മഹർഷിയുടെ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഏകനെ ശുഷ്കവൃക്ഷേണേ ദഹ്യമാനേനെ വരിഹിന ദഹ്യതേ തത്വനം സർവം കുപുത്രേണ കുലന്തകം. വനപ്രദേശത്തിലെ ഒരു ഉണങ്ങിയ മരം കത്തിയാൽ ചാമ്പത്തിയാൽ ആ മരം മാത്രമല്ല കത്തിച്ചാമ്പലാകുന്നത്, ആ വനപ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാകുന്നത്. അതുപോലെയാണ് നമ്മുടെ വീട്ടിലെ ഒരു തെറ്റായി പോകുന്ന ഒരു കുട്ടി, അതിൽ പറയുന്നത് ദുഷ്ടസന്തതി എന്നാണ്. ആ ദുഷ്ടസന്തതി ആ കുടുംബത്തിന് മാത്രമല്ല ഉപദ്രവം ഉണ്ടാക്കുന്നത്, ആ സമൂഹത്തിന് മൊത്തമായിട്ടാണ്. എനിക്ക് ഈ ഭാഗം വളരെ നന്നായിട്ട് അറിയാം. ചേർപ്പ് ഊരകം ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് 3 കേസുകളിലാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒന്ന്, ഒരു കുടുംബത്തിലെ ഒരു മകനെ സ്വന്തം കുടുംബത്തിലെ അമ്മയും സഹോദരനും കൂടി കുഴിച്ചു മൂടിയ ഒരു കേസ് അന്വേഷിക്കാൻ ഇവിടെ അടുത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ പടിഞ്ഞാറ്റുമുറി ഭാഗത്താണ്, കനാല്. സ്വന്തം കുടുംബത്തിലാണ്, സഹിക്കാൻ പറ്റിയില്ല. സ്വന്തം മകനെയാണ് കൊന്ന് കുഴിച്ചു മൂടിയിട്ടത്. അത് നമ്മുടെ നാട്ടിലാണ്. പിന്നെ 2 കേസ്. ഇവിടെ എല്ലാം സ്വർണ്ണക്കടക്കാരനല്ല, സ്വർണ്ണപ്പണിക്കാരൻ നാടാണ്, അല്ലേ? സ്വർണ്ണപ്പണിക്കാരൻ നാടാണല്ലോ. ഇവിടെ 2 പ്രാവശ്യം ഞാൻ അന്വേഷിക്കാൻ വന്നത്. ഒരു പ്രാവശ്യം അവിടെ പണി ചെയ്തിരുന്ന സ്വർണ്ണപ്പണിക്കാരൻ തന്നെ സ്വർണം എടുത്തുകൊണ്ടുപോവുകയും ആരാണെന്ന് മനസ്സിലായതിന്റെ അവസാനം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരു കേസാണ് ഒന്ന്. മറ്റൊന്ന്, ഒരു പണിക്കാരന്റെ സ്വർണം എടുത്തുകൊണ്ട് കൽക്കത്തയിലേക്ക്, പുറം നാട്ടിലുള്ള പണിക്കാരനായിരുന്നു, അവിടെ കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് പിടിച്ച് സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞ 3 കേസുകളിലാണ് ഞാനിവിടെ ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ നല്ല ഗുണ്ടാവളയാട്ടവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ പിടിക്കുന്നതിനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് കുറച്ച് അനുഭവങ്ങൾ വന്നു. നിങ്ങളെ പഠിപ്പിക്കാനോ ക്ലാസ് എടുക്കാനോ ഒന്നല്ല. എൻ്റെ ജോലിക്കിടയുണ്ടായ കുറച്ച് അനുഭവങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 32 വർഷം പോലീസിലുണ്ടായിരുന്നു. 32 വർഷം എന്ന് പറഞ്ഞാൽ അത് അധികവും ഞാൻ സർവീസ് ചെയ്യുന്നത് ഈ ക്രൈം വർക്കിലായിരുന്നു, അന്വേഷണ കാര്യങ്ങളിലായിരുന്നു അധികവും ജോലി ചെയ്തിരുന്നത്. നമ്മളടുത്ത എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാനത് തുടങ്ങിയാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് രാത്രി സഞ്ചാരക്കാരാണ്. ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. ഇവിടെ അങ്ങനെ ഉണ്ടാകും ഇല്ല. ഇപ്പൊ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ പകല് മാത്രം സഞ്ചരിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ കുട്ടികൾ ചായ കുടിക്കുന്നതിന് വേണ്ടി രാത്രി സഞ്ചരിക്കും. ചായ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാളയിൽ നിന്ന് പോകുന്നത് നെടുമ്പാശ്ശേരിയിലേക്ക്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടെങ്കിൽ അത് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുള്ളൂ. 11 മണി 12 മണിക്ക് ഇറങ്ങുള്ളൂ. 1 മണിക്ക് 2 മണിക്കൊക്കെ തിരിച്ചെത്തുള്ളൂ. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ആളുകൾ, കുട്ടികൾ ചായ കുടിക്കുന്നതിന് ഗുരുവായൂരേക്ക് പോകും, മലപ്പുറത്തേക്ക് പോകും. ആ ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, നമ്മുടെ മക്കളൊക്കെ വണ്ടികൾ റെന്റിന് എടുത്തുകൊണ്ടാണ് പോകുന്നത്. മറ്റുള്ളവരുടെ കാറുകളൊക്കെ വാടകയ്ക്ക് എടുത്താണ് പോകുന്നത്. ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഞങ്ങളുടെ നാടിനടുത്തുള്ള ഒരു ചെറിയ കുടുംബമാണ്, പാവപ്പെട്ട കുടുംബം. ഒരു ദിവസം അവിടുത്തെ
ആ വാപ്പയ്ക്ക് ഒരു ഫോൺ വരികയാണ്. നിങ്ങളുടെ മകൻ ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ഫോണിൽ അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ്. തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, തോന്നി വിളിച്ചു, ഉറങ്ങിയാണല്ലോ, എവിടെയാണ് നമ്മുടെ മകൻ? അവർ രണ്ടുപേരും കൂടി അടുത്ത